നമസ്കാരം. ഒരു കമ്പനിയുടെ കണക്കുപുസ്തകങ്ങൾ, അതിൽ തന്നെ രണ്ട് തരം കഥകളുണ്ടെങ്കിലോ? ഒന്ന് അവർ ടാക്സ് അടയ്ക്കാൻ ഉപയോഗിക്കുന്നത്, മറ്റൊന്ന് അവരുടെ സാമ്പത്തിക ആരോഗ്യം കാണിക്കാൻ ഉപയോഗിക്കുന്നത്. ഈ രണ്ട് കഥകളും തമ്മിൽ പൊരുത്തക്കേടുകൾ ഉണ്ടാവുമ്പോൾ അവിടെ വലിയൊരു അപകടമൊളിഞ്ഞിരിപ്പുണ്ട്. അതെന്താണെന്ന് നമുക്കിന്ന് ഒന്ന് ചുഴിഞ്ഞു നോക്കാം. അപ്പോ ഈ ചോദ്യത്തിനുള്ള ഉത്തരം അതെ എന്ന് തന്നെയാണ്. വിശ്വസിക്കാൻ പ്രയാസമായിരിക്കും അല്ലേ? നിസ്സാരമെന്ന് തോന്നുന്ന ഒരു ടാക്സ് കണക്കിലെ പിഴവു മതി ഒരു കമ്പനിയുടെ ലാഭം മുഴുവൻ ഒരു കെട്ടുകഥയായി മാറാൻ. അപ്പോ ഒരു ഡിറ്റക്റ്റീവിനെ പോലെ ഈ സാമ്പത്തിക സത്യം നമുക്ക് ഒന്നിച്ചു കണ്ടെത്താം. റെഡിയല്ലേ? ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ അന്വേഷണത്തിന് ഒരു 5 ഘട്ടങ്ങളുണ്ട്. ആദ്യം നമ്മൾ ഈ 2 സെറ്റ് ബുക്കുകൾ എന്ന കേസ് എന്താണെന്ന് നോക്കും. പിന്നെ ബാലൻസ് ഷീറ്റിൽ ഒളിഞ്ഞിരിക്കുന്ന തുമ്പുകൾ തേടിയിറങ്ങും. അത് കഴിഞ്ഞ് പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റിലെ കെണികൾ കണ്ടുപിടിക്കും. നാലാമതായി ഈ 2 കഥകളെയും എങ്ങനെ ഒരുമിപ്പിക്കാം, അതായത് ദ ഗ്രേറ്റ് റീകൺസിലിയേഷൻ നടത്തും. അവസാനം ഇതെല്ലാം നിങ്ങൾക്ക്, അതായത് ഒരു ബിസിനസ്കാരനോ നിക്ഷേപകനോ എന്ന നിലയിൽ എന്ത് പാഠമാണ് നൽകുന്നതെന്നും നമ്മൾ ചർച്ച ചെയ്യും. അപ്പോ എന്താണ് ഈ 2 സെറ്റ് ബുക്കുകളുടെ പിന്നിലെ കഥ? സംഗതി സിമ്പിളാണ്. ഒരു കമ്പനി മാസം തോറുമോ അല്ലെങ്കിൽ 3 മാസം കൂടുമ്പോഴോ GST റിട്ടേൺ ഫയൽ ചെയ്തുകൊണ്ടേയിരിക്കും, അല്ലേ? പക്ഷേ അവരുടെ ആ വർഷത്തെ മൊത്തം കണക്കുകൾ, അതായത് ഓഡിറ്റ് ചെയ്ത ഫൈനൽ റിപ്പോർട്ട് വരുന്നത് വർഷാവസാനം മാത്രമാണ്. ഈ 2 സമയങ്ങൾ തമ്മിലുള്ള ഗ്യാപ്പില് അവിടെയാണ് പൊരുത്തക്കേടുകൾക്ക് സാധ്യത വരുന്നത്. അപ്പോ ഈ 2 കണക്കുകളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പാലം വേണ്ടേ? ആ പാലമാണ് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ്. അതായത് ടാക്സ് ഡിപ്പാർട്ട്മെന്റിന് കൊടുത്ത കണക്കും കമ്പനിയുടെ യഥാർത്ഥ സാമ്പത്തിക റിപ്പോർട്ടും എടുത്ത് അക്ഷരം പ്രതി ഒത്തുനോക്കി എല്ലാം ഒന്നാണെന്ന് ഉറപ്പുവരുത്തുന്ന ഒരു നിർണായകമായ പരിപാടിയാണിത്. ഇതിലെ അപകടം എന്താണെന്ന് വെച്ചാൽ GST ഓഡിറ്റിന്റെ സമയത്ത് എന്തെങ്കിലും ചെറിയ പിഴവുകൾ കണ്ടെത്തിയാൽ മതി, അത് കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ വിശ്വാസ്യതയെ തന്നെ ഇല്ലാതാക്കും. ആ റിപ്പോർട്ട് യഥാർത്ഥവും സത്യസന്ധവുമായ ഒരു ചിത്രം നൽകുന്നില്ല എന്നുവരും. ശരി, നമുക്ക് അന്വേഷണം തുടങ്ങാം. ആദ്യം നമ്മൾ പരിശോധിക്കുന്നത് ബാലൻസ് ഷീറ്റാണ്. ഇവിടെ ആസ്തികളിലും ബാധ്യതകളിലും എവിടെയൊക്കെയാണ് GST പ്രശ്നങ്ങൾ ഒളിച്ചിരിക്കുന്നതെന്ന് നോക്കാം. ഒരു കമ്പനി വാങ്ങുന്ന എല്ലാത്തിനും, അതായത് അവരുടെ ആസ്തികൾക്ക് ഒരു GST കഥയുണ്ട്. നിങ്ങളൊരു ബിസിനസ് ആവശ്യത്തിന് എന്തെങ്കിലും വാങ്ങുമ്പോൾ അടയ്ക്കുന്ന GST നിങ്ങൾക്ക് സർക്കാരിൽ നിന്ന് തിരികെ ക്ലെയിം ചെയ്യാം. ഇതിനെയാണ് നമ്മൾ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്, അല്ലെങ്കിൽ ചുരുക്കി ITC എന്ന് പറയുന്നത്. പക്ഷേ ഒരു ട്വിസ്റ്റ് ഉണ്ട്, എല്ലാത്തിനും ഈ ITC കിട്ടില്ല. ഒരു ഉദാഹരണം നോക്കാം. ഫാക്ടറിയിൽ ഉൽപ്പാദനത്തിന് ഉപയോഗിക്കുന്ന ഒരു മെഷീൻ വാങ്ങിയാൽ അതിന്റെ GST നിങ്ങൾക്ക് ITC ആയി ക്ലെയിം ചെയ്യാം. പക്ഷേ ഒരു ഡയറക്ടർക്ക് യാത്ര ചെയ്യാൻ വാങ്ങുന്ന കാറിനോ അല്ലെങ്കിൽ ഒരു പുതിയ ഓഫീസ് കെട്ടിടം പണിയുന്നതിനോ അടച്ച GST തിരികെ കിട്ടില്ല. ഇതിനെയാണ് ബ്ലോക്ക്ഡ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. ആ GST തുക കാറിന്റെയോ കെട്ടിടത്തിന്റെയോ വിലയുടെ ഭാഗമായി മാറും. ഇനി ബാലൻസ് ഷീറ്റിലെ ബാധ്യതകളുടെ ഭാഗത്തേക്ക് വരാം. ഇവിടെയും ഒളിഞ്ഞിരിപ്പുണ്ടൊരു കെണി. അതെന്താണെന്നല്ലേ? ഇതാണ് 180 ദിവസത്തെ നിയമം. നിങ്ങളൊരു സപ്ലയറുടെ കയ്യിൽ നിന്ന് സാധനങ്ങൾ വാങ്ങി അതിന്റെ ITC ക്ലെയിം ചെയ്തു എന്ന് കരുതുക. പക്ഷേ ഇൻവോയ്സ് കിട്ടി 180 ദിവസത്തിനുള്ളിൽ നിങ്ങൾ ആ സപ്ലയർക്ക് പണം കൊടുത്തില്ലെങ്കിൽ നിങ്ങൾ എടുത്ത ആ ITC പലിശ സഹിതം സർക്കാരിലേക്ക് തിരിച്ചടയ്ക്കണം. പിന്നീട് എപ്പോഴാണോ പണം കൊടുക്കുന്നത് അപ്പോൾ വീണ്ടും ക്ലെയിം ചെയ്യാം. ഇത് കൃത്യമായി ശ്രദ്ധിച്ചില്ലെങ്കിൽ കമ്പനിയുടെ ക്യാഷ് ഫ്ലോയെ കാര്യമായി ബാധിക്കും. ഓക്കെ, ബാലൻസ് ഷീറ്റ് കഴിഞ്ഞു. ഇനി നമ്മുടെ അന്വേഷണം നീങ്ങുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റിലേക്കാണ്. ഇവിടുത്തെ വരുമാനത്തിലും ചെലവുകളിലും ഒളിഞ്ഞിരിക്കുന്ന GST കെണികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഡിസ്കൗണ്ടുകൾ ബിസിനസ്സിൽ സാധാരണമാണല്ലോ. പക്ഷേ ഒരു ചെറിയ ഡിസ്കൗണ്ട് പോലും നിങ്ങളുടെ GST കണക്കുകൂട്ടലുകൾ ആകെ കുഴപ്പത്തിലാക്കാൻ സാധ്യതയുണ്ട്. ഇവിടെ പ്രധാനം നിങ്ങൾ എപ്പോഴാണ് ആ ഡിസ്കൗണ്ട് ഓഫർ ചെയ്യുന്നത് എന്നതാണ്. നോക്കൂ, നിങ്ങൾ ഇൻവോയ്സിൽ തന്നെ ഡിസ്കൗണ്ട് കാണിച്ചിട്ടുണ്ടെങ്കിൽ ആ കുറച്ചു തുകയ്ക്ക് GST അടച്ചാൽ മതി. ഇനി വിൽപ്പനയ്ക്ക് മുൻപേ ഒരു കരാറുണ്ടെങ്കിൽ വിൽപ്പനയ്ക്ക് ശേഷമാണ് ഡിസ്കൗണ്ട് കൊടുക്കുന്നതെങ്കിലും ക്രെഡിറ്റ് നോട്ട് വഴി GST കുറയ്ക്കാം. പക്ഷേ ഒരു മുൻ കരാറും ഇല്ലാതെ വിൽപ്പനയ്ക്ക് ശേഷം നിങ്ങൾ പെട്ടെന്നൊരു ഡിസ്കൗണ്ട് കൊടുത്താൽ യഥാർത്ഥ വിൽപ്പന വിലയുടെ മുകളിലുള്ള GST തന്നെ അടയ്ക്കണം. അവിടെ ഇളവില്ല. ഇത് ഒരുപാട് പേർക്ക് തെറ്റുപറ്റുന്നൊരിടമാണ്. അപ്പോൾ അടുത്ത ചോദ്യം, ഈ ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ഓഫറുകളൊക്കെയില്ലേ, അതിന്റെ GST കാര്യം എന്തായിരിക്കും? നിയമം വളരെ വ്യക്തമാണ്.
നിങ്ങളൊരു സാധനം സൗജന്യമായി കൊടുക്കുമ്പോൾ അതിന് ഉപഭോക്താവിന്റെ കയ്യിൽ നിന്ന് GST വാങ്ങാൻ പറ്റില്ല. പക്ഷേ ആ സൗജന്യമായി കൊടുത്ത സാധനം നിങ്ങൾ വാങ്ങിയപ്പോൾ അടച്ച GST, അതായത് നിങ്ങളെടുത്ത ITC, അത് സർക്കാരിലേക്ക് തിരിച്ചടയ്ക്കണം. ചുരുക്കി പറഞ്ഞാൽ ഫ്രീ ആയി കൊടുക്കുന്നതിന്റെ ടാക്സ് ക്രെഡിറ്റ് നിങ്ങൾക്കും ഫ്രീ ആയി കിട്ടില്ല. ഇനി വരുന്നത് കുറച്ച് കൺഫ്യൂസിംഗ് ആയൊരു സംഗതിയാണ്: റിവേഴ്സ് ചാർജ് മെക്കാനിസം. സാധാരണ സാധനം വിൽക്കുന്ന ആളല്ലേ GST അടയ്ക്കേണ്ടത്. എന്നാൽ ഇവിടെ നേരെ തിരിച്ചാണ്. ചില സേവനങ്ങൾക്ക്, ഉദാഹരണത്തിന് വക്കീലിന്റെ സേവനം, ഒരു ഗുഡ്സ് ട്രാൻസ്പോർട്ട് ഏജൻസിയുടെ സേവനമൊക്കെ വാങ്ങുമ്പോൾ സേവനം വാങ്ങുന്ന നമ്മൾ തന്നെ അതിന്റെ GST നേരിട്ട് സർക്കാരിലേക്ക് അടയ്ക്കണം. ഇത് പലപ്പോഴും ബിസിനസ്സുകാർ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ്. അപ്പോ നമ്മൾ ഇതുവരെ കുറേ തുമ്പുകൾ കണ്ടെത്തി. ഇനി നമ്മുടെ അന്വേഷണത്തിന്റെ ക്ലൈമാക്സാണ്: ദ ഗ്രേറ്റ് റീകൺസിലിയേഷൻ. ഈ രണ്ട് കഥകളെയും, അതായത് GST റിട്ടേണുകളെയും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകളെയും ഒരുമിപ്പിക്കാൻ പോവുകയാണ്. ഇത് വെറും ഒരു കണക്കൊത്തുനോക്കലല്ല. വർഷം മുഴുവൻ കൊടുത്ത GST റിട്ടേണിലെ ഓരോ കണക്കും വർഷാവസാനം തയ്യാറാക്കിയ ഫൈനൽ ഓഡിറ്റഡ് ബുക്സിലെ കണക്കുമായി ഒരു വ്യത്യാസവുമില്ല എന്ന് ഉറപ്പുവരുത്തുന്ന വളരെ നിർണായകമായ ഒരു പ്രക്രിയയാണിത്. ഇതാണ് സാമ്പത്തിക കൃത്യത ഉറപ്പാക്കുന്നത്. സാധാരണയായി എവിടെയൊക്കെയാണ് ഈ പൊരുത്തക്കേടുകൾ കാണുന്നത്? ചിലപ്പോൾ വിറ്റുവരവിലെ വ്യത്യാസങ്ങളാകാം, അല്ലെങ്കിൽ ITC ക്ലെയിം ചെയ്തതിലെ പ്രശ്നങ്ങളാകാം, റിവേഴ്സ് ചാർജ് അടച്ചത് രേഖപ്പെടുത്താതെ പോകാം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതെല്ലാം കണ്ടുപിടിച്ച് ശരിയാക്കുക എന്നത് അത്ര എളുപ്പമുള്ള പണിയല്ല. അങ്ങനെ നമ്മുടെ അന്വേഷണം അവസാനിക്കുകയാണ്. കേസ് ക്ലോസ്ഡ്. അപ്പോ ഈ ഡിറ്റക്റ്റീവ് കഥയിൽ നിന്ന് നമുക്ക് എന്ത് പഠിക്കാം? ഇത് നിങ്ങളെ എങ്ങനെയാണ് ബാധിക്കുന്നത്? ഒരു കമ്പനിക്ക് എത്ര സാമ്പത്തിക സത്യങ്ങളുണ്ടാകാം? ഉത്തരം ഒന്നേ ഉള്ളൂ, ഒന്നു മാത്രം. ടാക്സ് കൊടുക്കാനുള്ള കണക്കും പുറത്തു കാണിക്കുന്ന കണക്കും ഒന്നായിരിക്കണം. അല്ലാത്ത പക്ഷം അത് വലിയ അപകടത്തിന്റെ സൂചനയാണ്. ഇതിൽ നിന്ന് നമ്മൾ ഓർത്തുവെക്കേണ്ട പ്രധാന കാര്യങ്ങൾ ഇവയാണ്: 1. GSTയിലെ ചെറിയ പിഴവുകൾ നിങ്ങളുടെ കമ്പനിയുടെ ബാധ്യതകൾ ഒളിപ്പിച്ചുവെക്കാൻ കാരണമാകും. 2. തെറ്റായി ITC ക്ലെയിം ചെയ്താൽ നിങ്ങളുടെ ആസ്തികൾ പെരുപ്പിച്ചു കാണിക്കും. 3. സപ്ലയർക്ക് പണം കൊടുക്കാൻ വൈകിയാൽ കയ്യിലുണ്ടായിരുന്ന ടാക്സ് ക്രെഡിറ്റ് പോകും. പക്ഷേ ഇതിനെല്ലാം ഉപരി 4ാമത്തെ പോയിന്റാണ് ഏറ്റവും പ്രധാനം: വിശ്വാസം. കൃത്യമായ കണക്കുകൾ നിക്ഷേപകരുടെയും ബാങ്കുകളുടെയും സർക്കാരിന്റെയും വിശ്വാസം നേടാൻ സഹായിക്കും. വെറുതെ പറയുന്നതല്ല. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ തന്നെ പറയുന്നു, GST റിട്ടേണും ബുക്സും തമ്മിൽ പൊരുത്തമില്ലെങ്കിൽ ആ കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ യഥാർത്ഥവും സത്യസന്ധമായ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെടുമെന്ന്. അപ്പോ ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ നിങ്ങൾ സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യം ഇതാണ്: നിങ്ങൾ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ തയ്യാറാക്കുന്ന ഫിനാൻഷ്യൽ റിപ്പോർട്ടുകൾ, അതിൽ നികുതിയുടെ മുഴുവൻ കഥയും സത്യസന്ധമായി പറയുന്നുണ്ടോ? ഒന്ന് ആലോചിച്ചു നോക്കൂ.